ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ കളി തോറ്റു. ഇന്ത്യ ശരിക്കും നാണം കെട്ട് തന്നെയാണ് തോറ്റത്. ഒരു ഇന്നിങ്സിൻ്റെയും 32 റൺസിൻ്റെ വിജയമാണ് സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കിയത്. ഇന്ത്യക്ക് ഇനി ഇതിനേക്കാൾ വലിയ നാണക്കേട് വരാനില്ല. ഇപ്പോൾ ഇതാ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ താരത്തെ സ്ക്വാഡിലേക്ക് BCCI ആഡ് ചെയ്തു. അപ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് ജനുവരി 3-നാണ്. ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. പ്രധാനമായിട്ടും ബൗളിങ്ങിലാണ് മാറ്റം വരുന്നത്. പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം ആവേശ് ഖാൻ ടീമിലെത്തി. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർക്ക് റെസ്റ്റ് കൊടുത്ത് അഭിമന്യു ഈശ്വർ ടീമിലെത്തും. ഋതുരാജിനെ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് അഭിമന്യു ഈശ്വറിനെ ടീമിലെടുത്തത്. ഓപ്പണിംഗിലും മാറ്റം വരും. ജയ്സ്വാളിനെ മാറ്റി നിർത്തി രോഹിത് ശർമ്മയെങ്കിലും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും. ജയ്സ്വാള് വൺ ഡൗണിലായിരിക്കും കളിക്കാൻ പോകുന്നത്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് വലിയ നാണക്കേടാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ രണ്ടും കൽപ്പിച്ചാണ് വരുന്നത്. അടുത്ത ടെസ്റ്റിലെങ്കിലും ഇന്ത്യക്ക് ജയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പരമ്പര സൗത്ത് ആഫ്രിക്ക കൊണ്ടുപോകും. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഇന്ത്യ ഒരു ടെസ്റ്റ് പരമ്പര നേടിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അവിടുത്തെ പിച്ചിൽ ഇന്ത്യക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. രോഹിത് ശർമ്മ ഫ്ലോപ്പ് ആവുന്നതാണ് പ്രധാന കാരണം. ഇന്ത്യയുടെ ഓപ്പണിംഗ് തന്നെ ഫ്ലോപ്പ് ആവുകയാണ്. രോഹിത് ശർമ്മയും ജയ്സ്വാളും പെട്ടെന്ന് ഔട്ട് ആവുമ്പോൾ ഇന്ത്യ ശരിക്കും ഒന്ന് അടിപതറുന്നുണ്ട്. ഗില്ലാണെങ്കിൽ ഇപ്പോൾ ഔട്ട് ഓഫ് ഫോമിലാണ്. ആകെ കൂടി കളിക്കുന്നത് കോഹ്ലിയാണ്. പിന്നെ രാഹുലും കളിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ നോക്കാം. രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, ജയ്സ്വാൾ, വിരാട് കോഹ്ലി, അഭിമന്യു ഈശ്വർ, KL രാഹുൽ, രവിചന്ദ്രൻ അശ്വിൻ, ഷർദുൽ താക്കൂർ, ജസ്പ്രീത് ബുംറ, സിറാജ്, ആവേശ് ഖാൻ. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്ക് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നാണക്കേടാണ്. രോഹിത് ശർമ്മ ഫോമിലേക്ക് എത്തിയാൽ പിന്നെ ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. അതുപോലെ ഗില്ലും ഫോമാകേണ്ടതുണ്ട്. ബൗളിംഗിൽ ഇന്ത്യ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുണ്ട്. ജസ്പ്രീത് ബുംറ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച ബൗളിംഗാണ് പുറത്തെടുത്തത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.